തിരുവനന്തപുരത്ത് നിന്ന് KPCC ആസ്ഥാനത്ത് നിന്നും ഇപ്പോൾ നൃപൻ കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. നൃപൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിക്കാവുന്നതാണോ? അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിനോട് രാഹുൽ ഗാന്ധി അഭിപ്രായം ആരാഞ്ഞു എന്നൊരു വിവരവും കാണുന്നുണ്ട്. അത് തിരുവനന്തപുരത്തു നിന്നാണോ അതോ ദില്ലിയിൽ നിന്നാണോ ആ വിവരം എന്നെനിക്കറിയില്ല. നൃപൻ അതേക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം നൃപൻ നോക്കൂ, ഇപ്പോൾ കോൺഗ്രസ് സംഘടനാ രീതി വെച്ചാണ് എങ്കിൽ ഭൂരിപക്ഷവും സാധ്യതയും ഏറെ KC വേണുഗോപാലിനാണ്. പക്ഷേ അതേസമയം ഈ VD സതീശൻ അനുകൂലികൾ ആ പക്ഷം വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹമാണ് ഈ വിജയത്തിൻ്റെ ശില്പി എന്ന നിലയിൽ തെരുവിലിറങ്ങുകയും ആ നിലയിൽ ഒരു സമ്മർദ്ദം പാർട്ടി നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് നേരെ വരെ രൂപപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ VD സതീശനാണ് എന്ന ഒരു സാഹചര്യം കൂടി വന്നത്. ഇത് VD സതീശനെ സംബന്ധിച്ച് അതേസമയം ഒരു ഒത്തുതീർപ്പുണ്ടാവുകയാണെങ്കിലാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത എന്നും പറയപ്പെടുന്നു. നൃപൻ ഈ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഈ അവസാന വട്ടം എത്തി നിൽക്കുമ്പോൾ, ആ കൂടിക്കാഴ്ച അവിടെ നടക്കുമ്പോൾ പുറത്തെ അനുമാനം എന്താണ്, സാധ്യത എന്താണ്? ഇപ്പോഴും സാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? റിസൾട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. നൃപൻ. ശരത്ത്, KC, RC, VD ഈ മൂന്ന് പേരെയും പ്രതികരിക്കുന്ന അണികളെല്ലാം എല്ലായിടത്തും സർവ്വസജ്ജരായി ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ശനിയാഴ്ച KC വേണുഗോപാൽ വിഭാഗം നേതാക്കൾ മാത്രമായിരുന്നു KPCC ആസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇന്നതല്ല, VD അനുകൂലികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം പേരും തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാൽ വിഭാഗക്കാരായിട്ടുള്ള നേതാക്കളും KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തല അനുകൂലികളും തലസ്ഥാനത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷാഭരിതമായി ആരെയായിരിക്കും പിന്തുണയ്ക്കുക, അല്പനിമിഷങ്ങൾക്കകം പ്രഖ്യാപനം വരുമ്പോൾ ആരെയാണ് പ്രഖ്യാപിക്കുക എന്ന തരത്തിലുള്ള ആ പ്രതീക്ഷയോടെ ഏവരും കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ച 3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഈ MLA-മാരുടെ കണക്കെടുത്ത് പൂർത്തിയാക്കി KCക്ക് ദില്ലിയിലുള്ള പ്രത്യേകിച്ച് ഹൈക്കമാൻഡിലുള്ള പിന്തുണ അതടക്കം പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും KCക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ വരിക. മറിച്ച് പൊതുജന അഭിപ്രായം, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായ പിന്തുണ, ഒപ്പം ആണ് നമ്മൾ എടുത്തു പറയേണ്ടത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം. ഇതുകൂടി പരിശോധിച്ചാൽ സ്വാഭാവികമായും അത് VDക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് അവരുടെ അനുകൂലികളൊക്കെ ഈ നിമിഷം നമ്മളോട് സ്വകാര്യമായി അടക്കവും അല്ലാതെയും പങ്കുവയ്ക്കുന്നത്. അതിനൊപ്പമാണ് ചേർത്ത് വായിക്കേണ്ടത്, ഇനി ഇതൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുമോ, ഈ കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാകുമോ? അങ്ങനെ ഒരു സമവായം ഉണ്ടായാൽ ആരായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക? അങ്ങനെയാണ് എങ്കിൽ പറഞ്ഞു കേൾക്കുന്ന പേര് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ RC എന്ന രമേശ് ചെന്നിത്തല. ഇങ്ങനെ 3 സാധ്യതകളുണ്ട്. ആ 3 സാധ്യതകളിൽ ആർക്ക് അനുകൂലമായി ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കും? ഇപ്പോൾ KPCC ആസ്ഥാനത്ത് ഇപ്പോൾ JS അഖിൽ അടക്കമുള്ള നേതാക്കളുണ്ട്. JS അഖിൽ ആകാംക്ഷാഭരിതമായി കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ 10ആയി. ഇന്ന് പ്രഖ്യാപനം വരുമോ? എങ്ങനെയാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഇന്ന് ഒരു വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എന്തായാലും അവസാനഘട്ട മീറ്റിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനം ഉടനെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എല്ലാ വിഭാഗങ്ങളും പ്രതീക്ഷയിലാണ്. എങ്ങനെയാണ് അഖിലിൻ്റെ പ്രതീക്ഷ? ഞങ്ങളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ആവശ്യത്തിലധികം മികച്ച നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. മറ്റതാണെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ്റെ ഒറ്റ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശങ്കയുണ്ട്. കാരണം എല്ലാവരും മികച്ച നേതാക്കന്മാരായതുകൊണ്ട് ഈ നല്ലതിലേത് ഒന്നും കൂടെ എന്ന് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സമയമെടുക്കും. പ്രഖ്യാപനം ദില്ലിയിൽ നിന്ന് തന്നെ വരുമോ? ഇവിടെ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ വെച്ചാണ് പ്രഖ്യാപനം. എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ധാരണ? അല്ല, അത് ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനിച്ചതിന് ശേഷം ഹൈക്കമാൻഡാണ് സ്വാഭാവികമായിട്ടും അത് അനൗൺസ് ചെയ്യുന്നത്. അത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് തീരുമാനം വരുന്നത്. അത് ഞങ്ങളുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഈ 102 സീറ്റ് കിട്ടിയിട്ടും 10 ദിവസത്തെ ധാരണ, വിവിധ തരത്തിലുള്ള ചർച്ചകൾ. അപ്പോൾ ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായി ഒരു നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസവും രാത്രിയും കടന്നു പോകും, അതോ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും? അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡൽഹി മുഖ്യമന്ത്രി ഏറ്റവും അവസാനം തിരഞ്ഞെടുക്കുന്ന 52 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം ഒരു പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും ആസ്പിരൻസ് ഉള്ള സമയത്ത് അതിൽ മികച്ച ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം എടുക്കും. അതൊരു 10 ദിവസം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമൊന്നുമല്ല. 1967 എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. 17 ദിവസത്തിന് അടുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചരിത്രം നമുക്കുണ്ട്. അത് നമുക്ക് നേതാക്കന്മാർ കൂടുതലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ചൂസ് ചെയ്യാൻ, ഇതിൽ ആര് ബെസ്റ്റ് എന്നൊരു ചൂസ് ചെയ്യുന്ന ആ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഉടനെ തന്നെ കേരളത്തിൽ ജനകീയനായിട്ടുള്ളൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവും, ഒരു സംശയം വേണം. തീർച്ചയായും ശരത്ത്, ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. കഴിഞ്ഞ ശനിയാഴ്ചയുടെ കാര്യം നമ്മൾ TV കണ്ട് ഒരു വിഭാഗം നേതാക്കൾ മാത്രം
മാത്രമായിരുന്നു KPCC ആസ്ഥാനത്തുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. VD വിഭാഗത്തിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നേതാക്കൾ, ഒപ്പം തന്നെ KC വേണുഗോപാലിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നേതാക്കൾ, ഏവരും ഈ പറഞ്ഞ ആകാംക്ഷാഭരിതമായി ഏത് നിമിഷമാണ് ദില്ലിയിൽ നിന്ന് ആ പ്രഖ്യാപനം വരിക, വിജയാഹ്ലാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളടക്കം, ആഹ്ലാദ പ്രകടനങ്ങളടക്കം KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പ്രവർത്തകർ. അതുകൊണ്ട് 3 സാധ്യതകളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ കേന്ദ്രങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട അനുയായികൾ, അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളൊക്കെ തന്നെ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, 3 നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക, അത് കാത്തിരിക്കുകയാണ്. അതിൻ്റെ ആകെ ഒരു അന്തരീക്ഷം KPCC ആസ്ഥാനത്ത് കാണാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഏവരും പ്രതീക്ഷയിലാണ്. ഇവിടെ നിന്ന് തന്നെ വിജയാഹ്ലാദം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കാവുന്ന പ്രതീക്ഷയിൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും, DCC നേതാക്കളും KPCCയിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം KPCC ആസ്ഥാനത്ത് ഇപ്പം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇനി പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ പങ്കുവെക്കുന്നത്. ശരത്. ശരി.